ഒരു രഹസ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷനാണല്ലേ. ഒരു യഥാർത്ഥ പ്രണയത്തിന് വർഷങ്ങളുടെ അകലത്തെയും ജയിലിലെ ഇരുട്ടിനെയും സമയത്തെയും ഒക്കെ മറികടക്കാൻ സാധിക്കുമോ? അതിനുള്ള ഒരു ഉത്തരമാണ് സപ്തസാഗര നേച്ചിയല്ലോ എന്ന കന്നഡ ചിത്രം. ഈ ഒരു സിനിമ സൈഡ് എ എന്നും സൈഡ് ബി എന്നുമുള്ള രണ്ട് പാർട്ടുകളായിട്ടാണുള്ളത്. അതായത് രണ്ട് വ്യത്യസ്ത സിനിമകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമാണ് ഈ രണ്ട് സിനിമകളും കാണുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. സൈഡ് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹീറോ ആയിട്ടുള്ള രക്ഷിത് ഷെട്ടി അവതരിപ്പിക്കുന്ന മനു എന്ന കഥാപാത്രവും രുക്മിണി വസന്തിൻ്റെ പ്രിയ എന്ന കഥാപാത്രവും തമ്മിലുള്ള അതിമനോഹരമായ ഒരു ലവ് സ്റ്റോറിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും അവർക്കില്ല. ഒരുമിച്ച് ജീവിക്കണം, ഒരു വീടുണ്ടാക്കണം എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങളോടെ നടക്കുന്ന അവരുടെ കളിയും ചിരിയും തമാശയും എല്ലാമാണ് പാർട്ട് എയിലെ സൈഡ് എയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലെ കളർ ടോൺ നോക്കിക്കഴിഞ്ഞാലും കൂടുതലും വെള്ളയും അതേപോലെ തന്നെ നീലയും പോലെയുള്ള മനോഹരമായ നിറങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സ്വപ്നം പോലെ തന്നെ മനോഹരം. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മനുവിന് ഒരു കൊലക്കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകേണ്ടി വരികയാണ്. ആ ഒരു സാഹചര്യം അവരുടെ ആ ഒരു മനോഹരമായ പ്രണയത്തെ എങ്ങനെ തകർത്തെറിയുന്നു എന്ന് കാണിച്ചുകൊണ്ട് സൈഡ് എ അവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പം സൈഡ് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കളി ആകെ മാറിയിട്ടുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥയാണ് സൈഡ് ബി പറയുന്നത്. ഇവിടെ നമുക്ക് പ്രണയമോ അല്ലെങ്കിൽ സ്നേഹമോ സ്വപ്നമോ ഒന്നും കാണാൻ സാധിക്കില്ല. മറിച്ച് വിട്ടുകൊടുക്കലും നിരാശയും ഒറ്റപ്പെടലും ഒക്കെയാണ് നമുക്ക് മെയിനായിട്ടും കാണാനായിട്ട് സാധിക്കുക. ഇവിടുത്തെ കളർ ടോൺ നോക്കിക്കഴിഞ്ഞാലും സൈഡ് എയിലെ പോലെയല്ല, സൈഡ് ബിയിൽ വരുമ്പോൾ ഇരുണ്ടതും അതേപോലെ തന്നെ ചാര നിറത്തിലും ഒക്കെയുള്ള ഒരു കളർ ടോണാണ് കാണുന്നത്. കാരണം സൈഡ് എയിൽ നിന്ന് സൈഡ് ബിയിലേക്ക് വരുമ്പോൾ പ്രണയത്തിൻ്റെ ആ ഒരു മനോഹരമായ സാങ്കല്പിക ലോകം ഉപേക്ഷിക്കപ്പെട്ട് ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു കയ്പ്പാണ് ആ കളർ ടോണിലുള്ള മാറ്റമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ നായകൻ്റെ രൂപഭാവത്തിനും ആകെ മാറ്റം വന്നിരിക്കുന്നു. സൈഡ് എയിലെ പോലെ ചെറുപ്പക്കാരനായ ഒരു കാമുകനല്ല സൈഡ് ബിയിൽ വരുമ്പോൾ. ജയിൽവാസം കാരണം ശരീരഭാരം കൂടി മുഖമൊക്കെ ആകെ വാടി താടിയൊക്കെ നരച്ച ഒരു രൂപത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. ആ ഒരു രൂപഭാവത്തിൽ കൂടെ തന്നെ അയാൾ ജയിലിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനയും എത്രത്തോളം ആണെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ സപ്തസാഗര നേച്ചിയല്ലോ എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം ഒരു പ്രണയകഥ മാത്രമല്ല, സ്നേഹത്തിന് വേണ്ടി, ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു ത്യാഗത്തെപ്പറ്റിയും നമ്മൾ ത്യജിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും എല്ലാമാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് ലോകവും, അതായത് സൈഡ് എയും സൈഡ് ബിയും നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം. ആമസോൺ പ്രൈമിൽ സിനിമയുണ്ടാകും. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. നിങ്ങൾക്കൊരു യഥാർത്ഥത്തിൽ ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ, അതൊരു നഷ്ടപ്രണയമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള സിനിമകളെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.